ഹായ് ഫ്രണ്ട്സ്, മെഫിൻ. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു പ്രൊഫഷണൽ ആണോ നിങ്ങൾ? നിങ്ങളുടെ കയ്യിൽ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഒരു സ്കിൽ എന്താണ്? ഒരു ബുക്കും പേപ്പർ എടുത്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിൽ ഒരു കരിയർ ഡെവലപ്മെന്റ് വേണ്ടി പോകുന്ന സമയത്ത്, അല്ല പുതിയൊരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുള്ള എന്തൊക്കെ സ്കില്ലുകളാണ് നിങ്ങൾക്ക് വേറൊരു കമ്പനിക്ക് വേണ്ടി സെല് ചെയ്യാൻ പറ്റും? പുതിയൊരു പ്രൊഫഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മളൊരു കമ്പനിക്ക് വേണ്ടി നമ്മുടേതായിട്ടുള്ള സ്കില്ലുകൾ സെല് ചെയ്യാണ് ചെയ്യുന്നത്. ആ വാല്യൂസിന് വേണ്ടി തിരിച്ചു തരുന്ന പ്രതിഫലമാണ് സാലറി. അപ്പൊ നമുക്ക് എത്രത്തോളം സ്കില്ലുകൾ നമുക്കുണ്ട്, നമുക്കൊരു പുതിയൊരു ലെവലിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സ്കില്ലുകളൊന്നും ഇല്ലേ? ഒരു ഫ്രഷർ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ സ്കില്ലുകളൊക്കെ ഉണ്ടാക്കി എടുക്കണം. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള പ്രൊഫഷൻ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കഴിയും തോറും അവനിലേക്ക് കുറെ അധികം സ്കില്ലുകൾ ഇങ്ങനെ വൺ ബൈ വൺ അറിയാതെയും അറിഞ്ഞുകൊണ്ട് കുറെ സ്കില്ലുകൾ നമുക്കായിട്ട് തന്നെ വരും. ഏതൊക്കെ സ്കില്ലുകളാണ് നിങ്ങൾക്കുള്ളത്? ആ സ്കില്ലുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ആ സ്കില്ല് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവും ഇല്ല. അപ്പൊ എത്രയും പെട്ടെന്ന് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ചിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറെ അറിവുകളുണ്ട്, അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം ശരിയാണെന്നും നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കലി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യം അറിയുള്ളൂ. ടെക്നിക്കൽ പ്രൊഫഷണൽസിന്റെ ഒരു ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ വെച്ചാൽ എത്രത്തോളം സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്, എത്രത്തോളം മാർക്കറ്റിൽ അപ്ലൈ ചെയ്തു, അത് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്ത് ആയിരിക്കുക. അപ്പോൾ എത്ര സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, എത്രത്തോളം സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്, എത്രത്തോളം വാല്യൂ നിങ്ങൾ വേറൊരു കമ്പനിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇത് മൂന്നെണ്ണം കണക്ട് ചെയ്തിട്ടായിരിക്കും എപ്പോഴും ഇരിക്കുക.